ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ഒനീൽ കൺഫെഷൻ റൂമിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും അത്രയും ഇമോഷണലി ഹേർട്ട് ആവും. കാരണം അത്രയും വലിയൊരു അലിഗേഷനാണ് ലക്ഷ്മി കൊടുത്തത്. അത് ആക്ച്വലി നടന്നത് ലക്ഷ്മി പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ലക്ഷ്മിക്കാണത് സംഭവിച്ച പോലെ ആ ഒരു ഇൻറ്റൻസിറ്റിയിലാണ് ലക്ഷ്മി പറഞ്ഞത്. അത് ആക്ച്വലി മസ്താനിക്കും അത് പബ്ലിക്കായിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മസ്താനിക്ക് അത് പ്രൈവറ്റായിട്ട് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് ലക്ഷ്മി അത് അനാവശ്യമായിട്ട് എടുത്തിട്ട് അതൊരു കണ്ടൻറ്റായിട്ട് ക്രിയേറ്റ് തന്നെ ചെയ്തതാണെന്ന് നമുക്കും തോന്നും. ആ ക്ലിപ്പ് കാണുമ്പോൾ അറിയാം അത് ഒന്നിൽ അറിയാണ്ട് ബാലൻസ് പോയപ്പോൾ എവിടെ പിടിച്ചൊന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഇടയ്ക്കാണത് സംഭവിച്ചത്. അപ്പം തന്നെ സോറിയും പറഞ്ഞു. അപ്പോൾ അത് മനഃപൂർവ്വം അത് ചെയ്തതാണെന്ന് എനിക്കും തോന്നുന്നില്ല. അതിപ്പോൾ ഇനി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമുക്കറിയാം എന്തായിരിക്കും. പിന്നെ ഇന്നലത്തെ ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ ലക്ഷ്മിക്കും ഈ സെയിം റീസണും. പിന്നെ ജിസേൽ ശരിക്ക് ബാത്റൂം പണിയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിസേലും ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്തത്. ഇന്നലെ ക്യാപ്റ്റൻസി നോമിനേഷനും ഉണ്ടായിരുന്നു. അതിൽ ബിഗ് ബോസ് നല്ല ട്വിസ്റ്റ് എടുത്തു. അതായത് റിംഗ് മാസ്റ്ററായ അനീഷിന് ഒരു പ്രത്യേകവും നൂറയ്ക്ക് ഒരു പ്രത്യേക ഓപ്ഷൻ കൊടുത്തു. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ഡയറക്റ്റായിട്ട് ക്യാപ്റ്റൻസി നോമിനേഷനിൽ സെലക്ട് ചെയ്യാമെന്ന്. അപ്പോൾ നൂറ സെലക്ട് ചെയ്തത് ഒനീലിനെയും പിന്നെ അനീഷ് സെലക്ട് ചെയ്തത് റെന ഫാത്തിമേനെ. അപ്പോൾ ഇനി ഇതല്ലാണ്ട് ബാക്കി വീട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ച് ഒരാളെ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടുതൽ വോട്ട് വന്നത് ജിഷിനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ക്യാപ്റ്റൻസി മത്സരം ജിഷിൻ, ഒനീൽ, റെന ഫാത്തിമയിലായിരിക്കും ആരെങ്കിലും ഒരാളാവണത്. ബാക്കി ഇന്നലെ എല്ലാവരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കുറേ ഒന്നും വഴക്ക് പോലെ ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒരു ഫൺ വേയിൽ പോയി. അതിൽ മോർണിംഗ് ടാസ്കിൽ നല്ല രസമുണ്ടായിരുന്നു. അനീഷ് ലാസ്റ്റിൽ അനീഷിൻ്റെ ഫ്രണ്ട് ആരാന്ന് പറഞ്ഞപ്പോൾ അനീഷ് അത് ഷാനവാസിൻ്റെ പേര് എഴുതിയപ്പോൾ ഷാനവാസ് ഇങ്ങനെ പുറകെ നടന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ അവസാനം നീ അംഗീകരിച്ചു ഞാൻ നിൻ്റെ ഒരു സുഹൃത്താണെന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലൊരു കോംബോ ആണ് ഷാനവാസും അനീഷും തമ്മിൽ. അനീഷ് അത് അംഗീകരിച്ച് കൊടുക്കാൻ തയ്യാറല്ല, പക്ഷേ എന്നാലും നല്ലൊരു കോംബോ ആണ് ഈ സീസണിൻ്റെ അനീഷും ഷാനവാസും.